Our God never consults our past to determine our future. നമ്മുടെ ഭാവി നിർണയിക്കാൻ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രകൃതമെങ്കിൽ നമ്മിൽ പലരും ഇപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുന്നവരാണ്. ഭൂതകാലത്തിൽ വന്ന തോൽവികൾ, വീഴ്ചകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിരാശകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ എന്നിത്യാദി ദോഷകരമായി ഭവിച്ചു എന്ന് തോന്നിക്കുന്ന പല വേദനകളും പേറി ഇന്നും ജീവിക്കുന്നവരാണ്. ഇന്ന് പലരുടെയും സ്ഥിതി മാറിയിട്ടുണ്ടെങ്കിലും ഇന്നലകളിലെ തോൽവികളിൽ നിന്നും പൂർണ്ണമായും പലരും കരകയറിയിട്ടില്ല. എന്നാൽ നമ്മുടെ ദൈവമാകട്ടെ ഭൂതകാലങ്ങളിലെ തോൽവികൾ ഓർക്കാത്തവനാണ്. കാരണം നാം ഇന്ന് ദൈവമക്കളാണ്. അനവധിയായ വാഗ്ദത്തങ്ങൾ അവിടുന്ന് നമുക്കിന്ന് തന്നിരിക്കുമ്പോൾ നമ്മുടെ ഭാവി ആ വാഗ്ദത്തങ്ങൾ തന്നതായ ദൈവത്തിൻ്റെ കരത്തിലാണിരിക്കുന്നത്. പിന്നെ നാം എന്തിന് നമ്മുടെ ഭൂതകാലത്തിൽ പിന്നെയും ജീവിക്കണം? ഭക്തനായ യോബ് പറഞ്ഞതത്രേ, യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം, ഹി നോസ് ദി വേ ദറ്റ് ഐ ടേക്ക്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം, ബട്ട് ദ ലോർഡ് ഡയറക്ട്സ് ഹിസ് സ്റ്റെപ്സ്, മനുഷ്യൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തുന്നു. നാം നടക്കുന്ന വഴി അറിയുന്നവനായ ദൈവം നാം നടക്കേണ്ടുന്ന വഴിയെ പോകുവാനായി നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നു. നാം ഒരു തെറ്റായ കാൽച്ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേർവഴി നമുക്ക് കാട്ടിത്തരുന്നത് നാം എത്തുവാൻ ദൈവം ആഗ്രഹിച്ച ഇടത്ത് നാം എത്തിച്ചേരുവാനത്രേ. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഏറെ താല്പര്യം ദൈവത്തിനുള്ളതുകൊണ്ട് നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിലുപരിയായി ദൈവം നമുക്കായി ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ശലോമോൻ ഇങ്ങനെ പറഞ്ഞത്, സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം, അവർ ഫ്യൂച്ചർ ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നു. ഭൂതകാലത്ത് സംഭവിച്ചതിനെക്കുറിച്ചും ഭാവിയിൽ ഇനി എനിക്കെന്ത് ഭവിക്കും എന്നുമുള്ള ആകുല ചിന്തകളാൽ ഇന്നാരെങ്കിലും വ്യാകുലപ്പെടുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നമ്മുടെ ഭൂതകാലത്തിലെ എല്ലാ മുറിവുകളെയും കർത്താവ് ഉണക്കിയിരിക്കുന്നു. ഇനി നാമായിട്ട് അതിനെ വീണ്ടും കുത്തിയിളക്കുവാൻ ശ്രമിക്കരുത്. നമ്മുടെ ഭാവിയെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. ഒന്നും ദോഷമായി ഭവിക്കുവാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കുകയില്ല. പകരം ഹീ വിൽ ഗീവ് അസ് ദ ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർ അസ്. അവിടുന്ന് നമുക്ക് ഏറ്റവും നല്ല ഒരു ഭാവി തരും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.